കാർഗിൽ കുന്ന് എന്ന് പറയുന്നൊരു കുന്ന് ഇവിടെ ഉണ്ട്. വളാഞ്ചേരിക്ക് അടുത്താണ്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. പോയി നോക്കാം. റോഡ് ഇങ്ങനെ ഒരു വിജനമായ സ്ഥലമാണ്. വഴിയിലൊന്നും ആരെയും കാണുന്നില്ല. നമുക്ക് മേലോട്ട് പോയി നോക്കാം. ഒരു ടവറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും. കാർഗിൽ കുന്ന് എന്ന് പറയുന്ന കുന്ന് ഏകദേശം നല്ലൊരു കുന്ന് തന്നെയാണ്. എന്നൽപ്പം വെയിലും വെളിച്ചമൊക്കെ ഉണ്ട്. അത് കാരണം നമുക്ക് വന്നു പോകാം. മഴ പേടിക്കേണ്ടതില്ല. കാഴ്ച കുഴപ്പമില്ല. ഇവിടെ നല്ലൊരു പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ലൊരു ഗ്രീൻ ലാൻഡാണ്. ഇതിൻ്റെ മേൽഭാഗത്ത് നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഹൈ റേഞ്ച് ഏരിയയാണ്. അപ്പോൾ നമുക്കൊന്ന് കറങ്ങി കാണാം. ഇവിടെ മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. ഇന്നിവിടെ ആരുമില്ല. ഞായറും തിങ്കളൊക്കെയാണ്, ഞായറും ശനിയൊക്കെയാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക. അത് ഹോപ്ഡേ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ടവറുണ്ട്. അതിവിശാലമായ ഒരു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ചെനപ്പുറം മാതിരി പാറയും ആർക്കും വേണ്ടാത്ത സ്ഥലം എന്ന് പറയാം. കുറേ ഇങ്ങോട്ട് കയറി കയറണം. പാറയാണ് ഇവിടെ ഒക്കെ ഉള്ളത്. അതുകൊണ്ടോ ഈ കറുത്ത ഒരു കരിമ്പാറ നേരത്തെ നമ്മുടെ ചെനപ്പുറം ഭാഗത്ത് ഇതുപോലെ കുറച്ച് പാറ, കുറച്ച് മണ്ണ്, ആർക്കും വേണ്ടാത്ത സ്ഥലം. അതുപോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷേ ഭാവിയിലേക്ക് ഇതൊക്കെ ഡെവലപ്പായി പോകും. ഇവിടെ ഒന്നും സ്ഥലം കിട്ടാതെ വരും. വീടും കാര്യമൊക്കെ ആയിട്ട് വരും. ഇവിടെ പിള്ളേർ എന്തൊരു ഗ്രൗണ്ട് ഉണ്ട്. വണ്ടിൻ്റെ ടയറൊക്കെ കൂടെ കാണുന്നുണ്ട്. എങ്ങനെ ഇവിടെ കൊണ്ടുവന്നെന്ന് അറിയില്ല. ഇവിടെ നമുക്ക് നല്ല താഴ്വര കാണാം. വണ്ടിയുടെ ടയർ കൂടെ കാണുന്നുണ്ട്. അതായത് നമ്മൾ കയറി പോകുന്ന സ്ഥലത്ത് ഇപ്പം മഴ പെയ്തിട്ട് മണ്ണെല്ലാം കൂടി കുത്തി ഒലിച്ച് പോയിട്ട് നാശപ്പെട്ടിട്ടുണ്ട്. റോഡ് ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ വണ്ടി ഇവിടെ വരാൻ സാധ്യതയില്ല. ഇവിടുന്ന് എന്തൊക്കെയാ കാണാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഒരു കുഴയുണ്ട്. അതിനകത്ത് വെള്ളമുണ്ട്. മഴ പെയ്തിട്ട് വെള്ളം നിന്നതാണ്. പിന്നെ അതിവിശാലമായ ഒരു സ്ഥലമാണ്. ഇവിടെ നിരന്ന സ്ഥലമാണ്. മേലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ചെറിയ കരിമ്പാറകളാണ് അവിടെ. പിന്നെ മണ്ണും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ നല്ല പുല്ലുണ്ട്. ഈ മഴ പെയ്തിട്ടേ നല്ല പച്ച പുല്ല് മുളച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നല്ല ഭംഗി. ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഈ വളാഞ്ചേരിക്കടുത്തുള്ള കാർഗിൽ കുന്നെന്ന് പറയുന്ന ഒരു കുന്ന് ഇവിടെ ഉണ്ട്. ആ കുന്നിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല എൻ്റെ കൂടെ. വൈകുന്നേരം 5:30 മണിയാണ്. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. നമ്മുടെ ഈ വോയിസ് ക്ലിയറായിട്ട് കട്ടാവുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കാറ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഷർട്ട് കണ്ട ആടുന്നുണ്ടോ? അത് ഈ കാറ്റ് ഇടയ്ക്ക് കയറിയിട്ട് ഭയങ്കര കാറ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വോയിസൊക്കെ പൊടിച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വേണ്ടി കരുതിയിട്ടുണ്ട്. ഒരു ആത്മധൈര്യത്തിന് വേണ്ടി മാത്രം എഴുതിയതാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. 5:30 മണിയായിട്ട് വൈകുന്നേരം. അപ്പോൾ നമുക്ക് വലിയ കാഴ്ചയായിട്ട് കാണുന്നില്ല. നല്ല ഒരു കുന്നൻ പ്രദേശമാണ്. നല്ല കാറ്റോട്ടുണ്ട്. ഹൈ റേഞ്ച് ഏരിയയാണ്. സമുദ്ര നിരപ്പിൽ നിന്ന് എത്ര അടിയാന്ന് നമുക്ക് തീരുമാനിക്കാൻ ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല. എന്തായാലും കുറേ ഉണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് ഇന്ന് വൈകുന്നേരം 5:30 മണിയായിട്ട്. ഇവിടുന്ന് ഇതിൻ്റെ എൻഡാണ്. ലാസ്റ്റ് ഏകദേശം എൻഡായി തുടങ്ങുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് മഴ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു താഴ്വരയാണ്. അപ്പോൾ ഇതുവരെ നമുക്കാവാം. ഇവിടുന്ന് അങ്ങോട്ട് അത്ര സേഫല്ല, ഡേഞ്ചറാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പാറകളാണ്. കരിമ്പാറ, കറുത്ത പാറകൾ ഇങ്ങനെ വന്നിട്ട് നിൽക്കുകയാണ്. ഒന്നിച്ചല്ല, പല ഭാഗത്തായിട്ട് പൊന്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ താഴേക്ക് അങ്ങോട്ട് ഒരു താഴ്വരയാണ്. അവിടെ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വീടുകൾ നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ കാണാം. ആ ഭാഗത്ത് വളാഞ്ചേരി ഭാഗമാണ്. ആ ഭാഗം ഈ വടക്ക് ഭാഗത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അവിടെ കരേക്കാട്, പാങ്ക് കരേക്കാട് ആ ഭാഗത്താണ് കാണുന്നത്. ഇവിടെ നോക്കിയാൽ നല്ല കാഴ്ചകളാണ്. പക്ഷെ നമ്മുടെ വായു, അതായത് കാറ്റ് കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, ഭയങ്കര കാറ്റ് അതിനകത്ത് മേലടിക്കുന്നത്, നല്ല കാറ്റടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് വൈകുന്നേരം 5:30 മണിയായിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. സന്ദർശകരായിട്ട് ആരുമില്ല. ഇതിൻ്റെ പുറകെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. കാരണം ഒരാളും ഇവിടെ ഇല്ല. നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആരുമില്ല, ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മൾ ഒരു സുരക്ഷ കാണാം. ഇതാ ഇവിടുന്ന് അങ്ങോട്ട് താഴ്വരയാണ്. ഈ താഴ്വരയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് ഏതോ വ്യക്തികൾ ഇവിടെ വരുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തൻ്റെ സന്ദർശനം കഴിഞ്ഞു ഇനി എന്തായാലും വേണ്ടില്ല എന്ന ചിന്താഗതി പാടില്ല. മാലിന്യങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ഉപേക്ഷിക്കരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ മാലിന്യം, ബിസ്ക്കറ്റ് പാക്കറ്റ്, പെപ്സിൻ്റെ കുപ്പികൾ, വെള്ളത്തിൻ്റെ കുപ്പി എല്ലാം നിങ്ങൾ പെറുക്കി കൊണ്ടുപോകണം. ഇതുപോലെ ഇത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ടും അത് മാലിന്യം തള്ളാനുള്ള സ്ഥലമല്ല. മറ്റുള്ള ആളുകൾക്ക് ഇത് കാണണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് സർക്കാരായാലും മറ്റു സ്ഥാപനങ്ങളായാലും ഇത് ബാൻ ചെയ്യുന്നത്. പിന്നെ ആർക്കും ഭരിക്കാതെ വരും. അതുകൊണ്ട് വരുന്ന ആളുകൾ നല്ലപോലെ പോഞ്ഞ് ആലോചിച്ച് ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്നത് തെറ്റാ തെറ്റോ എന്നുള്ളത് തെറ്റും തിരിച്ചറിയുക. അത് മാലിന്യങ്ങൾ തള്ളാനുള്ള സ്ഥലം നമ്മുടെ വീടാണ്, ഇവിടെ അല്ല. അത് പൊതുസ്ഥലങ്ങളിൽ ഒരിക്കലും തള്ളരുത്. പരിസ്ഥിതി മലിനീകരണം അതുപോലെ മഴ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള വിറലും പനികളും പകർച്ചവ്യാധിയൊക്കെയാണ്. അതിനൊക്കെ കാരണങ്ങൾ നമ്മൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഈ വശത്ത് വളാഞ്ചേരി, ഈ നമ്മളെ വടക്ക് വശത്ത് കരേക്കാട്, ഇവിടെയും പാറകളാണ്. ചെറിയ പൈമരങ്ങളും പാറകളൊക്കെയാണ് ഇവിടെ. താഴ്വര കണ്ടോ? ഇതാണ് ബ്യൂട്ടിഫുൾ. പോയി അതേ പ്രീതിയുണ്ട് ഇവിടെ. അങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നിട്ട് പുല്ലൊക്കെ ഇങ്ങനെ വിളച്ചിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിൽ പരിസരത്തൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ കല്ലുവല്ലിയാക്കിയിട്ട് നമ്മൾ ഇതിനപ്പുറം വേലിയാടി. കയം കണ്ട കന്നിനെയും വേലി ചാടിയ പെണ്ണിനെയും പിടിച്ചാൽ കിട്ടില്ല എന്ന് കാരണന്മാർ ഒരു ചൊല്ലുണ്ട്. നമ്മൾ ഇതിൻ്റെ കാര്യമാക്കാതെ വേലിയാടി പോകും നമ്മൾ. ഓ, താഴ്വര, സൂപ്പർ താഴ്വരയാണ്. ഭാഗത്ത് ഒരു പാറയുണ്ട്. ആ പാറൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത്. കാല് തെന്നാൻ പാടില്ല, തന്നെ നമ്മൾ താഴെ. അപ്പോൾ ഇങ്ങോട്ട് ഈ വഴി ഇതാ കാണുന്നത്. ഈ വഴി അവിടുന്ന് ഒരാളിങ്ങോട്ട് കയറി വന്ന് ഈ നാട്ടുകാരനാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് കരേക്കാടും തെക്കോട്ട് വളഞ്ചേരിയാണ്. അങ്ങോട്ട് വീടുകളുണ്ട്. ഇവിടെ അടുത്തൊന്നുമല്ല, കുറേ അങ്ങ് പോകണം. പൊന്തിങ്കാടും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വീടുകളൊക്കെ അവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ തിരിച്ചു പോവാം. വന്നപ്പോൾ വഴിയുണ്ട്. ഈ വഴി ഇങ്ങനെ പോവാണ്. സ്ഥിരം നടക്കുന്ന വഴിയാണ്. അങ്ങനെ താഴേക്ക് പൊന്തക്കാടാണ്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഈ വഴി ഇങ്ങോട്ട് പോവാം. ഇവിടുന്ന് അങ്ങോട്ട് കാട്, പൊന്തക്കാടുകളാണ്, മൂടിക്കിടക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ആളില്ലാതെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. നമ്മളിങ്ങനെ ഒന്ന് പോയി നോക്കാം. ഇവിടുന്ന് രണ്ട് വഴിയാവുന്നുണ്ട്. ഇത് കണ്ടോ? ഇവിടെ ഒരു വഴി, ഇങ്ങോട്ടൊരു വഴി. അവിടുന്ന് ഒരു വഴി അങ്ങോട്ട് പോകുന്നൊരു ചെറിയ വഴി. ഇത് ഒരു വഴി ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മഴ പെയ്തിട്ട് പുല്ല് മുളച്ചിട്ട് വഴിയൊക്കെ അങ്ങനെ മാഞ്ഞു വരുന്നുണ്ട്. സ്ഥിരം നടക്കുന്ന വഴികളാണ്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ എൻഡ് ചെയ്തിട്ട് നമ്മളിവിടെ എസ്കേപ്പ് പോവാണ്. സമയം 5:30 1 മണിക്കാൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഏറിയ ഭാഗത്ത് തന്നെ വന്നു, തിരിച്ചു പോവാണ്. ഇതാണ് താഴേക്കുള്ള റോഡ്. ഈ റോഡ് അങ്ങോട്ട് റോഡ് നല്ല വീതിയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ മഴ പെയ്തത് കാരണം, ഈ കരു ഒലിച്ചത് കാരണം ഈ മണ്ണെല്ലാം കുത്തി ഒലിച്ചിട്ട് വലിയ ഗർത്തായി കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇപ്പം ഈ സമയത്ത് വണ്ടി കയറൂല. ഇതൊക്കെ നേരാവണം, എന്നാൽ വണ്ടി കയറും. അതിൻ്റെ ഉദാഹരണം നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം, മണ്ണൊലിപ്പ് തുടക്കം. ഇതുവഴി വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ? ടയർ കാണുന്നുണ്ടോ? മണ്ണ് വലിച്ചിട്ട് ഈ വെള്ളം കണ്ടോ? ഇതുവഴി വന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ കുത്തി വലിച്ച് പോയതാണ്. അതുകൊണ്ട് ഇത്ര വലിയ കുഴി വന്നത്. അല്ലെങ്കിൽ സുഖമായി കാണുന്നുണ്ട്, കാരണം പുതിയ ടയറിൻ്റെ അടിയാളാണ് ഇവിടെ കാണുന്നത്. ഇതിനൊക്കെ സമ്മതിക്കണം, ഇത്രയും ഭാഗത്തേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് വരുന്നു. ഇതാണ് റോഡ്. റോട്ടുമേൽ നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ റോഡിൽ കുറച്ച് കയറാനുള്ള കൂടുതലില്ല. നമുക്ക് സഹായമായിട്ട് കിട്ടിയ വടിയാണിത്. ഈ റോഡിൻ്റെ സൈഡിൽ ഇവിടെ കിടന്നിരുന്നു. ആരാ ഇവിടെ ഇട്ടതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളിവിടെ ഇടുന്നു, കാരണം ഇനി അടുത്ത് വരുന്ന ആളുകൾക്ക് അത് ഉപകരിക്കട്ടെ. തൽക്കാലം നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. ഒരു ചെറിയ മരം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.